Hello students. So നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡ് ആണ് IAS 36 ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്സ്. അപ്പോൾ എന്താണ് ഈ ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്സിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇമ്പയർമെന്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ കമ്പയറിംഗ് ദ ക്യാരിങ് എമൗണ്ട് ഓഫ് ദ അസറ്റ് വിത്ത് ഇറ്റ്സ് റിക്കവറബിൾ എമൗണ്ട്. Recoverable amount is the higher of an asset's fair value less cost of disposal and its value in use. അതായത് ഇമ്പയർമെൻ്റ് എപ്പോഴാണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ അതിൻ്റെ റിക്കവറബിൾ എമൗണ്ടും എടുത്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ റിക്കവറബിൾ എമൗണ്ട് ക്യാരിങ് വാല്യൂവിനെ കാട്ടിലും കുറവാണെങ്കിൽ ആ സമയത്താണ് അവിടെ ഒരു ഇമ്പയർമെൻറ്റ് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ നമ്മൾ എങ്ങനെയാണ് ഒരു റിക്കവറബിൾ എമൗണ്ട് കണ്ടുപിടിക്കുന്നത്? സോ റിക്കവറബിൾ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ രണ്ട് ഐറ്റമാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ, പിന്നെ ഒന്ന് വാല്യൂ ഇൻ യൂസ്. സോ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസലിനെ നമ്മൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് വാല്യൂ ഇൻ യൂസ്. സോ ഈ രണ്ട് ഐറ്റവും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ രണ്ട് ഐറ്റത്തിൽ ഏതിൻ്റെ എമൗണ്ട് ആണോ കൂടുതലുള്ളത് ആ എമൗണ്ടിനെയാണ് നമ്മൾ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിതൊരു എക്സാമ്പിളിൽ നോക്കാം. സപ്പോസ് ഒരു മെഷീൻ്റെ ക്യാരിങ് വാല്യൂ ഈസ് ഈക്വൽ ടു $100 ആണെന്ന് വിചാരിക്കാം. പിന്നെ അവിടെ വാല്യൂ ഇൻ യൂസും നെറ്റ് റിയലൈസബിൾ വാല്യൂവും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ മെഷീൻ്റെ ക്യാരിങ് വാല്യൂ ഈസ് ഈക്വൽ ടു $100 ആണ്. അപ്പോൾ നമ്മൾ ഒരു മെഷീൻ്റെ ക്യാരിങ് വാല്യൂ ഇത്ര എമൗണ്ട് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്ന സമയത്ത് അത്രത്തോളം എമൗണ്ട് നമ്മൾ ആ മെഷീനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ മെഷീൻ്റെ ക്യാരിങ് വാല്യൂ $100 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് $100 ബെനിഫിറ്റ് നമ്മൾ ആ മെഷീനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഈ മെഷീനെ നമുക്ക് രണ്ട് രീതിയിലാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഈ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഫ്യൂച്ചറിൽ ക്യാഷ് ഫ്ലോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ മെഷീനെ പ്രൊഡക്ഷൻ പർപ്പസിന് ഉപയോഗിച്ച് പ്രൊഡക്ട്സ് ഉണ്ടാക്കി ആ പ്രൊഡക്ട്സ് വിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷ് ഫ്ലോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനെ പറയുന്ന പേരാണ് വാല്യൂ ഇൻ യൂസ്. ആൻഡ് വാല്യൂ ഇൻ യൂസിൻ്റെ ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് എന്താണെന്ന് നോക്കാം. Value in use of an asset is the present value of the future cash flows expected to be derived from an asset or cash generating unit. അതായത് നമ്മളിപ്പം ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് ഫ്യൂച്ചറിൽ ക്യാഷ് ഫ്ലോസ് ജനറേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ പോകുന്ന ക്യാഷ് ഫ്ലോസിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂവിനെയാണ് നമ്മൾ വാല്യൂ ഇൻ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ്. അപ്പോൾ എന്താണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് റിയലൈസബിൾ വാല്യൂവിൻ്റെ ഇക്വേഷൻ ആണ് ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ. അതായത് ഈ ഒരു അസറ്റ് വിൽക്കുന്ന സമയത്തുള്ള ഫെയർ വാല്യൂ മൈനസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ, ഈ ഒരു അസറ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നൊരു കോസ്റ്റും. സോ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുക? നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഓക്കെ, അപ്പം ഒരു അസറ്റിനെ നമുക്ക് ഏതൊരു ക്യാഷ് ഫ്ലോസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ അസറ്റിനെ നമുക്ക് സെല് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് റിക്കവറബിൾ എമൗണ്ട്. അപ്പോൾ ഒരു റിക്കവറബിൾ എമൗണ്ട് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഈ വാല്യൂ ഇൻ യൂസും നെറ്റ് റിയലൈസബിൾ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഏത് എമൗണ്ട് ആണോ കൂടുതൽ ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് വാല്യൂ ഇൻ യൂസ് എന്ന് പറയുന്നത് $90 ആണ്. അതായത് ഈ ഒരു മെഷീനിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കുന്ന ക്യാഷ് ഫ്ലോസിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണ് $90 എന്ന് പറയുന്നത്. പിന്നെ നെറ്റ് റിയലൈസബിൾ വാല്യൂ, ഈ അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് ആണ് $95. സോ ഇത് രണ്ടിൽ ഏതാണ് കൂടുതൽ? $95 ആണ്. സോ $95 ആണ് നമ്മുടെ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആദ്യത്തെ പോയിന്റിൽ അതായത് ഇമ്പയർമെൻറ്റിൻ്റെ ഡെഫിനിഷൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂവിനെ കാട്ടിലും കുറവാണ് റിക്കവറബിൾ എമൗണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അവിടെ ഒരു ഇമ്പയർമെൻറ്റ് സംഭവിക്കുന്നത് എന്ന്, അല്ലേ? സോ അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ $100 ആണ് ആൻഡ് അവിടെ റിക്കവറബിൾ എമൗണ്ട് എത്രയാണ്? $95 ആണ്. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവും റിക്കവറബിൾ എമൗണ്ട് കുറവാണ്. എത്രത്തോളം കുറവാണ്? $5 കുറവാണ്. ഈ $5 നമ്മൾ പറയുന്ന പേരാണ് ഇമ്പയർമെൻറ്റ് ലോസ്. ഓക്കെ,
So impairment loss in the definition avada kodutittundu. If the recoverable amount of an asset is lower than the carrying amount should be reduced by the difference, that is the impairment loss, which should be charged as an expense in profit or loss. അതായത് ഒരു അസറ്റിന്റെ ക്യാരിങ് വാല്യൂം റിക്കവറബിൾ എമൗണ്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ റിക്കവറബിൾ എമൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അവിടെ ഒരു ഇമ്പയർമെന്റ് ലോസ് സംഭവിക്കുന്നത്. ആൻഡ് ഇങ്ങനെ ഒരു ഇമ്പയർമെന്റ് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എവിടെയാണ് ചാർജ് ചെയ്യുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ മൊത്തത്തിൽ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അസറ്റിന്റെ ക്യാരിങ് വാല്യൂ $100 ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു അസറ്റിൽ നിന്ന് നമുക്ക് മിനിമം $100 ബെനിഫിറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റണം. പക്ഷേ ആ അസറ്റിനെ നമുക്ക് ആകെപ്പാട് രണ്ട് രീതിയിലാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അസറ്റ് ഉപയോഗിച്ച് ക്യാഷ് ഫ്ലോസ് ജനറേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് കിട്ടുന്നതാണ് $90. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അസറ്റിനെ സെല്ല് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? $95. അപ്പം ആ അസറ്റിൽ നിന്ന് നമുക്കിപ്പോൾ മാക്സിമം കിട്ടാൻ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് $95 ആണ്. ആ $95 നമ്മൾ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അസറ്റിൽ നിന്ന് നമുക്ക് മാക്സിമം ഇപ്പം $95 കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ബെനിഫിറ്റ് ഒരു അസറ്റിൽ നിന്ന് കിട്ടാതാവുന്ന സമയത്ത് അവിടെ വരുന്ന സിറ്റുവേഷൻ ആണ് ഇമ്പയർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം വെച്ചിട്ട് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ക്വസ്റ്റ്യൻ: Acca holds an item of machinery which it believes is impaired. The following information is relevant. The machinery is held at historical cost. The carrying amount of the machinery is $10,500. The fair value of the machinery is $10,000. The cost of selling is $500. The value in use of the machinery is estimated to be $9,000. Required: determine whether the machinery is impaired, and if so, calculate the impairment loss. The asset has never been previously revalued. അതായത് നമ്മളുടെ അടുത്ത് അവിടെ ഇമ്പയർമെന്റ്, ഈ മെഷീനറിക്ക് എന്തെങ്കിലും ഇമ്പയർമെന്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് നോക്കാൻ പറയുന്നത്. ഇഫ് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എത്രയാണ് ഇമ്പയർമെന്റ് ലോസ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത് ക്വസ്റ്റ്യനിൽ. ഓക്കെ, സോ ഒരു ഇമ്പയർമെന്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്തൊക്കെ ഫിഗേഴ്സ് ആണ് ആദ്യം എടുക്കേണ്ടത്? ആദ്യം ആ അസറ്റിന്റെ ക്യാരിങ് വാല്യൂ എടുക്കണം. പിന്നെ നമ്മൾ അവിടെ റിക്കവറബിൾ എമൗണ്ട് എടുക്കണം. സോ റിക്കവറബിൾ എമൗണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഫിഗേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് വാല്യൂ ഇൻ യൂസും പിന്നെ ഒന്ന് നെറ്റ് റിയലൈസബിൾ വാല്യൂ. സോ നെറ്റ് റിയലൈസബിൾ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഫെയർ വാല്യൂ തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് സെല്ലിംഗ് തന്നിട്ടുണ്ട്. സോ ഫെയർ വാല്യൂയിൽ നിന്ന് കോസ്റ്റ് ഓഫ് സെല്ലിംഗ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് റിയലൈസബിൾ വാല്യൂ കിട്ടും. പിന്നെ അവിടെ വാല്യൂ ഇൻ യൂസ് ഡയറക്ട്ലി തന്നിട്ടുണ്ട്, ഈസ് ഈക്വൽ ടു $9,000. സോ NRV എത്രയാണ്? $10,000 മൈനസ് $500 ഈസ് ഈക്വൽ ടു $9,500. അപ്പം ഈ NRVയും വാല്യൂ ഇൻ യൂസും കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഏത് എമൗണ്ട് ആണോ കൂടുതൽ ആ എമൗണ്ടിനെയാണ് നമ്മൾ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് കൂടുതലുള്ളത്? നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ് കൂടുതലുള്ളത്, അതായത് NRV ആണ് കൂടുതലുള്ളത്. സോ റിക്കവറബിൾ എമൗണ്ട് എന്നത് ഇപ്പം $9,500 ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവിടെ നമ്മുടെ അസറ്റിന്റെ ക്യാരിങ് വാല്യൂ എത്രയാണ്? $10,500. ആൻഡ് അവിടെ റിക്കവറബിൾ എമൗണ്ട് എത്രയാണ്? ഇറ്റ്സ് ഈക്വൽ ടു $9,500. അപ്പോൾ ഇപ്പോൾ അവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാകും ഒരു ഇമ്പയർമെന്റ് സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അസറ്റിന്റെ റിക്കവറബിൾ എമൗണ്ട് ആ അസറ്റിന്റെ ക്യാരിങ് വാല്യൂവിനെ കാട്ടിലും കുറവാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? അവിടെ ഒരു ഇമ്പയർമെന്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം. എത്രത്തോളം ഇമ്പയർമെന്റ് ആണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? ഈ ക്യാരിങ് വാല്യൂവിൽ നിന്ന് ഈ റിക്കവറബിൾ എമൗണ്ട് മൈനസ് ചെയ്യും. ആ സമയത്ത് നമുക്ക് അവിടെ എത്രയാണ് കിട്ടുന്നത്? ഈസ് ഈക്വൽ ടു $1,000. സോ $1,000 ആണ് നമ്മുടെ ഇമ്പയർമെന്റ് ലോസ് എന്ന് പറയുന്നത്. ഈ ഇമ്പയർമെന്റ് ലോസിനെ, അതായത് ഈ $1,000 നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യും. ഇനി നമ്മുടെ റിക്കവറബിൾ എമൗണ്ട് ആയ $9,500 നമ്മൾ എന്ത് ചെയ്യും? ഇനി അങ്ങോട്ട് ആ അസറ്റിന്റെ ക്യാരിങ് വാല്യൂ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ ആ അസറ്റിന്റെ ക്യാരിങ് വാല്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കാണിക്കും, ഇസ് ഈക്വൽ ടു $9,500. ഓക്കെ, ഇനി അടുത്തത് ഇമ്പയർമെന്റ് ടെസ്റ്റ്. ഇമ്പയർമെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിന്റെ ക്യാരിങ് വാല്യൂവിൽ അവിടെ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ, അതായത് അസറ്റിന്റെ റിക്കവറബിൾ എമൗണ്ട് എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ ക്യാരിങ് വാല്യൂവിൽ നിന്ന് എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമ്പയർമെന്റ് ടെസ്റ്റ് എന്നുള്ളത്. ആൻഡ് ഈ ഇമ്പയർമെന്റ് ടെസ്റ്റ് നമ്മൾ എല്ലാ ഇയറും ചെയ്യില്ല. പിന്നെ എപ്പോഴായിരിക്കും നമ്മൾ ചെയ്യേണ്ടാവുക?
when there is an indication of impairment. ഇൻഡിക്കേഷൻ ഓഫ് ഇമ്പയർമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയാൻ ചാൻസ് ഉണ്ട് എന്ന് അവിടെ ഒരു ഇൻഡിക്കേഷൻ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അവിടെ ഒരു ഇൻഡിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? അവിടെ ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്യില്ല. ഓൺലി വെൻ ദർ ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഇമ്പയർമെൻറ്റ് അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചില അസറ്റ്സിന് നമ്മൾ എല്ലാ ഇയറും ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കും. അത് ഏതൊക്കെ അസറ്റാണെന്ന് നമുക്കവിടെ നോക്കാം. ഫസ്റ്റ് വൺ, ഇൻടാഞ്ചിബിൾ അസറ്റ് വിത്ത് ഇൻഡെഫിനൈറ്റ് യൂസ്ഫുൾ ലൈഫ്. ആൻഡ് സെക്കൻഡ് വൺ, ഗുഡ് വിൽ അക്വയർഡ് ഓൺ കൺസോളിഡേഷൻ. അതായത് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് ഇൻഡെഫിനൈറ്റ് ആണെങ്കിൽ, അതായത് അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് ഇത്രത്തോളം ആണെന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ല, എത്രയാണെന്ന് നമുക്ക് അറിയില്ല, കുറേ കാലത്തിനോട്ടുണ്ട്, എത്രയാണെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ഇയറും ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ അടുത്തത് ഗുഡ് വിൽ അക്വയർഡ് ഓൺ കൺസോളിഡേഷൻ. അതായത് നമ്മളൊരു കമ്പനീനെ അക്വയർ ചെയ്യുകയാണ്, അതായത് കമ്പനീനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഏറ്റെടുക്കുകയാണ്. വേറൊരു കമ്പനിയെ നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് ആ കമ്പനീൻ്റെ ഗുഡ് വില്ലിനെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ഇയറും ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കും. സോ ഈ രണ്ട് അസറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ അസറ്റിനെയും നമ്മൾ എപ്പോഴാണ് ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നത്? വെൻ ദർ ഈസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് ഇമ്പയർമെൻറ്റ്. ഓക്കെ, ഇനി ഈ ഇൻഡിക്കേഷൻ ഓഫ് ഇമ്പയർമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിലോട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഇൻഡിക്കേഷൻ ആൻഡ് രണ്ടാമത് എക്സ്റ്റേർണൽ സോഴ്സ് ഓഫ് ഇൻഡിക്കേഷൻ ആണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഇൻഡിക്കേഷൻ. സോ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ അകത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് തോന്നുകയാണ് അസറ്റിൻ്റെ NRV അല്ലെങ്കിൽ അസറ്റിൻ്റെ വാല്യൂ ന്യൂസ് കുറയാൻ ചാൻസ് ഉണ്ട് എന്ന്. സോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഇൻഡിക്കേഷൻ. ഇനി അതല്ല, എക്സ്റ്റേർണൽ സോഴ്സ് ഓഫ് ഇൻഡിക്കേഷൻ എന്തായിരിക്കും? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനീൻ്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് തോന്നുകയാണ് അവിടെ ഒരു ഇമ്പയർമെൻറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് എക്സ്റ്റേർണൽ സോഴ്സ് ഓഫ് ഇൻഡിക്കേഷൻ. ഓക്കെ, ഇനി എക്സ്റ്റേർണൽ സോഴ്സ് ഓഫ് ഇൻഡിക്കേഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് അവിടെ തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. A fall in the asset's market value that is more significant than would normally be expected from passage of time over normal use. അതായത് അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ കുറയാം. അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക? നമ്മുടെ കയ്യിലുള്ള അസറ്റ് വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന NRV കുറയും. അപ്പം ഒരു അസറ്റിൻ്റെ NRV കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക? ഇമ്പയർമെൻറ്റ് സംഭവിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, a significant change in the technological market, legal or an economic environment of the business in which the assets are employed. എന്ന് വെച്ചാൽ ടെക്നോളജി ചേഞ്ച് ആവുക, അല്ലെങ്കിൽ മാർക്കറ്റ് ചേഞ്ച് ആവുക, എക്കണോമി ചേഞ്ച് ആവുക, ഇതൊക്കെ കാരണം നമുക്ക് ഉദ്ദേശിച്ച ബെനിഫിറ്റ് ആ അസറ്റിൽ നിന്ന് കിട്ടാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പം എന്താണ്? അവിടെ ഇമ്പയർമെൻറ്റ് വരും. ഓക്കെ, ഇനി അടുത്തത്, an increase in market interest rates or market rates of return on investments likely to affect the discount rate used in calculating value in use. അതായത് an increase in market interest rate. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ എന്താണ് അവിടെ സംഭവിക്കുക? പ്രസൻറ്റ് വാല്യൂ കുറയും, അതായത് വാല്യൂ ഇൻ യൂസ് കുറയും. എന്ന് വെച്ചാൽ നമ്മൾ വാല്യൂ ഇൻ യൂസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യും. അപ്പോൾ ഈ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് കിട്ടും? ഈ ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കിട്ടും. അപ്പോൾ ഈ പ്രസൻറ്റ് വാല്യൂവിൽ നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ്, ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്തോറും ഈ പ്രസൻറ്റ് വാല്യൂ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സോ പ്രസൻറ്റ് വാല്യൂവിൻ്റെ ഇക്വേഷൻ ആണ് present value is equal to future value divided by 1 plus r whole raised to n. സോ എക്സാമ്പിൾ ഇതാണ്. അതായത് ഒരു മെഷീൻ ഉണ്ട്, ആൻഡ് ആ മെഷീൻ ഉപയോഗിച്ച് ഫ്യൂച്ചറിൽ, അതായത് ആ മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് സെക്കൻഡ് ഇയറിൽ ഫ്യൂച്ചറിൽ നമുക്കൊരു $10,000 ക്യാഷ് ഇൻഫ്ലോസ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ആൻഡ് അവിടുത്തെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 6% ആണെന്ന് വിചാരിക്കുക. മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 6% ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നമുക്കത് ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യാം.
So present value is equal to future value divided by 1 plus r whole raised to n. അപ്പോൾ ഇവിടെ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഇസ് ഈക്വൽ ടു $10,000. സോ $10,000 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ. ആർ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റിനെയാണ്. സോ ഇവിടെ എത്രയാണ്? 6% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. സോ 1 പ്ലസ് 0.06 ഹോൾ റേസ് ടു എൻ. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇവിടെ എത്രാമത്തെ ഇയറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? സെക്കൻഡ് ഇയർ. അതായത് ഈ മെഷീൻ ഉപയോഗിച്ച് രണ്ടാമത്തെ ഇയറിലാണ് ഈ ഒരു ക്യാഷ് ഫ്ലോസ് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. സോ ഹോൾ റേസ് ടു എൻ എന്ന് പറയുമ്പോൾ അവിടെ 2 ആണ് വരിക. എൻ 2 ആണ് വരിക. സോ ഇത് ഇക്വേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എത്ര എമൗണ്ട് ആണ് കിട്ടുന്നത്? ഇസ് ഈക്വൽ ടു 8,899.964 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതെപ്പോഴാണ് കിട്ടുന്നത്? അവിടെ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് 6% ആകുമ്പോൾ. അപ്പം നമ്മുടെ ഇവിടെ ഈ ഒരു പോയിന്റിൽ എന്താണ് പറയുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്തോറും പ്രസന്റ് വാല്യൂ കുറയും, അതായത് വാല്യൂ ഇൻ യൂസ് കുറയും എന്നാണ് അവിടെ പറയുന്നത്. അപ്പം നമുക്കിനി അടുത്തത് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടൊന്ന് നോക്കാം. സോ ഇവിടെ ഇപ്പോൾ 6% ആണ്. ഇതിന് നമുക്ക് 10% ചെയ്യുമ്പോൾ എത്രയാണ് പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ വാല്യൂ ഇൻ യൂസ് കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ 10,000 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.1 ഹോൾ റേസ് ടു 2. ഇവിടെ 1 പ്ലസ് 0.1നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ 0.1 ആണ് 10% എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് അവിടെ കിട്ടുന്നത്? ഇസ് ഈക്വൽ ടു 8,264.462 ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം അവിടെ നോക്കുന്ന സമയത്ത് 6% നമുക്ക് എത്രയാണ് വാല്യൂ ഇൻ യൂസ് അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ കിട്ടിയത്? 8,899. ആൻഡ് 10% എത്രയാണ് കിട്ടിയത്? 8,264. അപ്പോൾ ഇപ്പോൾ അവിടെ പ്രസന്റ് വാല്യൂ കുറഞ്ഞില്ലേ? സോ അതിനെയാണ് നമ്മൾ പറയുന്നത് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്തോറും നമ്മുടെ പ്രസന്റ് വാല്യൂ കുറയും, അതായത് വാല്യൂ ഇൻ യൂസ് കുറയും. അപ്പോൾ വാല്യൂ ഇൻ യൂസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടാവുക? ഇമ്പയർമെന്റ് ലോസ് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്, the carrying amount of the entity's net assets being more than its market capitalization. അതായത് നെറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നെറ്റ് അസറ്റ്സിന്റെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി. അപ്പോൾ എന്താണ് അവിടെ കിട്ടുക? ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി ചെയ്യുമ്പോൾ പിന്നെ എന്താണ് അവിടെ ബാക്കിയുള്ളത്? ഇക്വിറ്റി ആണ്. സോ ഈ ഇക്വിറ്റീനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ഒരു കമ്പനീൻ്റെ ഇക്വിറ്റി ആണ്. സോ അവിടെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? $1 ഷെയർ ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു $2,000. ഷെയർ പ്രീമിയം ഉണ്ട് ഇസ് ഈക്വൽ ടു $1,000. ആൻഡ് റീറ്റേൺഡ് ഏർണിങ്സ് ഉണ്ട് ഇസ് ഈക്വൽ ടു $1,000. അപ്പം ഇത് ഫുള്ള് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുക? ഇസ് ഈക്വൽ ടു $4,000. സോ $4,000 ആണ് ടോട്ടൽ ഇക്വിറ്റിയിലുള്ളത്. ആൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് അസറ്റ്സ് ആണ്. ഓക്കെ, നെറ്റ് അസറ്റ്സിനെ നമ്മൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? കമ്പനിയുടെ ബുക്സ് പ്രകാരം കമ്പനിയുടെ മൊത്തം ലയബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ, അതായത് മൊത്തം അസറ്റിൽ നിന്ന് ഈ മൊത്തം ലയബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബാക്കി എന്താണോ വരുന്നത് അതിനെയാണ് നമ്മൾ നെറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇവിടെ നെറ്റ് അസറ്റ്സ് 4,000 ആണ് ഈ കമ്പനിയുടെ. ഓക്കെ, ഇനി ആ പോയിന്റ് എന്താണ് പറയുന്നത്? The carrying amount of the entity's net assets being more than its market capitalization. അതായത് കമ്പനീൻ്റെ നെറ്റ് അസറ്റ്സ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂക്കാണ് നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ കമ്പനീൻ്റെ ഇക്വിറ്റിയിൽ $1 ഷെയർ ക്യാപിറ്റൽ വെച്ചിട്ട് ടോട്ടൽ കമ്പനിക്ക് $2,000 ഷെയർ ക്യാപിറ്റൽ ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ആൻഡ് കമ്പനീൻ്റെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ പെർ ഷെയർ എന്ന് പറയുന്നത് $1.5 ആണ് എന്ന് വിചാരിക്കുക. സോ മാർക്കറ്റിൽ കമ്പനീൻ്റെ ഒരു ഷെയറിൻ്റെ വില $1.5 ആണ്. ആൻഡ് കമ്പനിക്ക് മൊത്തം എത്ര ഷെയർസ് ഉണ്ട്? 2,000 ഷെയർസ് ഉണ്ട്. അപ്പോൾ 2,000 ഇൻറ്റു 1.5 ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എത്രയാണ് കിട്ടുക? ഇസ് ഈക്വൽ ടു $3,000 ആണ് കിട്ടുന്നത്. സോ ഈ $3,000 നമ്മൾ എന്താണ് അവിടെ പറയുന്നത്?
അതായത് ഈ കമ്പനി മൊത്തത്തിൽ വിറ്റ് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഈ $3,000 ആണ്. അതായത് ഈ കമ്പനി വിറ്റ് കഴിഞ്ഞാൽ അവിടെ $3,000 കിട്ടുള്ളൂ. പക്ഷേ കമ്പനീൻ്റെ ബുക്സിൽ നെറ്റ് അസറ്റ്സിൽ എത്ര ബാലൻസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്? ഇസ് ഈക്വൽ ടു $4,000. ഓക്കെ, അതായത് കമ്പനി മൊത്തത്തിൽ വിൽക്കുകയാണെങ്കിൽ $3,000 കിട്ടുള്ളൂ. പക്ഷേ കമ്പനീൻ്റെ അസറ്റ്സിൽ നെറ്റ് അസറ്റ്സിൽ കാണിക്കുന്നത് $4,000 എന്നാണ്. അതായത് ഇവിടെ നെറ്റ് അസറ്റ്സിൻ്റെ ബാലൻസ് ഓവർ സ്റ്റേറ്റഡ് ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് വരിക? അവിടെ ഇമ്പയർമെൻറ്റിന് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഇൻഡിക്കേഷൻ്റെ എക്സാമ്പിൾസ് പറയുന്നത്. ഇനി എന്താണ് ഇന്റേണൽ സോഴ്സ് ഓഫ് ഇൻഡിക്കേഷൻ്റെ എക്സാമ്പിൾ പറയുന്നത്? Evidence of obsolescence or physical damage, adverse changes in the use to which the asset is put, or the asset's economic performance. അതായത് അസറ്റ് ഒബ്സലീറ്റ് ആവുക, അല്ലാന്നുണ്ടെങ്കിൽ ആ അസറ്റിന് എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് വരിക, അതല്ലാന്നുണ്ടെങ്കിൽ അസറ്റിൻ്റെ യൂസേജിൽ ഒരു ചേഞ്ച് വരിക, അല്ലെങ്കിൽ അസറ്റിൻ്റെ എക്കണോമിക് പെർഫോമൻസിൽ അവിടെ ഒരു ചേഞ്ച് വരിക. സോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താവും? അസറ്റിന് ഇമ്പയർമെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഇൻഡിക്കേഷൻ ആൻഡ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഇൻഡിക്കേഷൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക്. ഇനി നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു അസറ്റിനെ കോസ്റ്റ് മോഡലിലും വാല്യൂ ചെയ്യും, അതുപോലെ തന്നെ റീവാല്യൂഷൻ മോഡലിലും വാല്യൂ ചെയ്യും, അല്ലേ? അപ്പം നമ്മളൊരു അസറ്റിനെ കോസ്റ്റ് മോഡലിലാണ് വാല്യൂ ചെയ്യുന്നത്. ആൻഡ് ആ കോസ്റ്റ് മോഡലിൽ വാല്യൂ ചെയ്യുന്ന അസറ്റിന് ഒരു ഇമ്പയർമെൻറ്റ് ലോസ് വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലാണ് ചാർജ് ചെയ്യുന്നത് എക്സ്പെൻസ് ആയിട്ട്. ഓക്കെ, ഇനി അതല്ല, നമ്മൾ ഒരു അസറ്റിനെ റീവാല്യൂഷൻ മോഡലിലാണ് വാല്യൂ ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. അപ്പം റീവാല്യൂഷൻ മോഡലിൽ വാല്യൂ ചെയ്യുന്ന ആ അസറ്റിന് ഇമ്പയർമെൻറ്റ് ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി അതിന് ഇമ്പയർമെൻറ്റ് ലോസ് എന്നല്ല പറയാം, പകരം നമ്മൾ റീവാല്യൂഷൻ ലോസ് എന്നാണ് പറയാം. ഓക്കെ, കാരണം എന്താണ്? നമ്മൾ ആ ഒരു അസറ്റിനെ റീവാല്യൂഷൻ മോഡലിലാണ് വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ വന്ന ഇമ്പയർമെൻറ്റ് ലോസിനെ നമ്മൾ ഇമ്പയർമെൻറ്റ് ലോസ് എന്നല്ല പറയുക, പകരം എന്താണ് പറയുക? റീവാല്യൂഷൻ ലോസ്. ആൻഡ് ഈ റീവാല്യൂഷൻ ലോസ് നമ്മൾ OCAയിൽ റീവാല്യൂഷൻ ലോസ് എന്ന് പറഞ്ഞിട്ട് ചാർജ് ചെയ്യും. അതുപോലെ നമ്മൾ ഇക്വിറ്റി സെക്ഷനിൽ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ ഇക്വിറ്റി സെക്ഷനിൽ റീവാല്യൂഷൻ സർപ്ലസിൽ നിന്നും മൈനസ് ചെയ്യും എത്രയാണോ ആ റീവാല്യൂഷൻ ലോസ് വന്നത് അത്ര. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ്സ്. അപ്പോൾ എന്താണ് ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. വെൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കാൽക്കുലേറ്റ് ദ റിക്കവറബിൾ എമൗണ്ട് ഓഫ് എ സിംഗിൾ അസെറ്റ്, ദെൻ ദാറ്റ് ഓഫ് ഇറ്റ്സ് ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് ഷുഡ് ബി മെഷേർഡ് ഇൻസ്റ്റെഡ്. അതായത് ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് അസെറ്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് ഈ ഗ്രൂപ്പ് ഓഫ് അസെറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് കമ്പനിയിൽ പ്രൊഡക്ഷൻ നടത്തുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് അസെറ്റ്സിൽ വരുന്ന കുറച്ച് അസെറ്റ്സ് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പ് ഓഫ് അസെറ്റിൽ പ്ലാന്റ് ഉണ്ട് വിചാരിക്കാം, അതുപോലെ ബിൽഡിംഗ് ഉണ്ട് എന്ന് വിചാരിക്കാം, മെഷീനറി ഉണ്ട്, പേറ്റന്റ് ഉണ്ട്, കറണ്ട് അസെറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഗ്രൂപ്പ്, ഈ ഇത്രയും അസെറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ഗ്രൂപ്പ് കമ്പൈൻ ആവുന്നത്. ഓക്കെ, ആ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടാവുന്നത് ഇത്രയും അസെറ്റ് കൊണ്ടാണ്. ഓക്കെ, അപ്പം ഈ ഗ്രൂപ്പ് ഓഫ് അസെറ്റ് ഉപയോഗിച്ചിട്ടാണ് കമ്പനിയിൽ പ്രൊഡക്ഷൻ നടത്തുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് ഈ ഗ്രൂപ്പ് ഓഫ് അസെറ്റിനെയാണ് നമ്മൾ പറയുന്നത് ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു ഗ്രൂപ്പ് ഓഫ് അസെറ്റിൽ ഒരു അസെറ്റിന് ഇമ്പയർമെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്കൊരു ഇൻഡിക്കേഷൻ കിട്ടുകയാണ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യണം? എത്രയാണ് ഇമ്പയർമെൻറ്റ് വരിക എന്നുള്ളത് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരിങ് വാല്യൂം റിക്കവറബിൾ എമൗണ്ടും കമ്പയർ ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു ഗ്രൂപ്പ് ഓഫ് അസെറ്റിൽ മെഷീനാണ് ഇമ്പയർമെൻറ്റ് വരാനുള്ളൊരു ചാൻസ് ഉള്ളത് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ എനിക്ക് കിട്ടുകയാണ്. ഓക്കെ, അപ്പം മെഷീനാണ് ഇമ്പയർമെൻറ്റ് വരാൻ ചാൻസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മെഷീൻ്റെ എന്ത് കാണണം? ഞാൻ റിക്കവറബിൾ എമൗണ്ട് കാണണം. ഓക്കെ, ആൻഡ് റിക്കവറബിൾ എമൗണ്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് അവിടെ എന്തൊക്കെ വേണം? ഈ മെഷീൻ്റെ NRV വേണം, നെറ്റ് റിയലൈസബിൾ വാല്യൂ വേണം, അതുപോലെ തന്നെ വാല്യൂ ഇൻ യൂസ് വേണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് കിട്ടിയാലാണ് എനിക്ക് റിക്കവറബിൾ എമൗണ്ട് എത്രയാണെന്ന് കാണാൻ പറ്റുള്ളൂ ഈ ഒരു മെഷീൻ്റെ. ഓക്കെ, അപ്പം നമുക്ക് NRV ഈ മെഷീൻ്റെ എടുക്കാൻ പറ്റും. NRV എന്താണ്? ഈ ഒരു അസെറ്റ് വിറ്റ് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന പൈസ, അതായത് ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ. ഈ ഒരു അസെറ്റ് വിൽക്കുമ്പോഴുള്ള പൈസയും ആ വിൽക്കാൻ എത്രത്തോളം പൈസ എടുക്കുന്നോ അത് നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പം ഈ മെഷീനെ ഞാൻ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം പൈസ കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ മെഷീൻ്റെ വാല്യൂ ഇൻ യൂസ് എനിക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മൾ എന്താണ് ഈ വാല്യൂ ഇൻ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രൊഡക്ഷൻ പർപ്പസ് നടത്തിയിട്ട് നമ്മൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കി എന്നിട്ട് നമ്മളത് മാർക്കറ്റിൽ വിൽക്കുന്ന സമയത്ത് എത്രയാണോ നമുക്ക് ക്യാഷ് ഇൻഫ്ലോസ് കിട്ടുന്നത് അതിൻ്റെ ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാല്യൂ ഇൻ യൂസ്. ഓക്കെ, അപ്പം എനിക്കിവിടെ മെഷീൻ്റെ മാത്രമായിട്ട് മെഷീൻ ഉപയോഗിച്ച് മാത്രം എത്രത്തോളമാണ് ക്യാഷ് ഫ്ലോസ് ജനറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എനിക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താണ്, ഞാനിവിടെ ഈ ഒരു മെഷീൻ മാത്രം ഉപയോഗിച്ചിട്ടല്ല അവിടെ പ്രൊഡക്ഷൻ പർപ്പസ് നടത്തിയിട്ട് ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് മൊത്തം ഉപയോഗിച്ചിട്ടാണ് ഞാൻ അവിടെ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എനിക്ക് ഈ മെഷീൻ്റെ മാത്രമായിട്ടുള്ള വാല്യൂ ഇൻ യൂസ് കാണാൻ പറ്റില്ല. സോ അവിടെ പറയുന്നുണ്ട്, ആസ് എ ബേസിക് റൂൾ ദ റിക്കവറബിൾ എമൗണ്ട് ഓഫ് എൻ അസറ്റ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഫോർ ദ അസറ്റ് ഇൻഡിവിജ്വലി. അതായത് ഈ ഒരു മെഷീന് ഇമ്പയർമെൻറ്റ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ ഒരു മെഷീൻ്റെ റിക്കവറബിൾ എമൗണ്ട് ഞാൻ അവിടെ കാണണം. പക്ഷെ എനിക്കിത് അവിടെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഹവർ ദർ വിൽ ബി ഒക്കേഷൻസ് വെൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു എസ്റ്റിമേറ്റ് ദ റിക്കവറബിൾ എമൗണ്ട് ഫോർ ആൻ ഇൻഡിവിജ്വൽ അസറ്റ്. ഓക്കെ, particularly in the calculation of value in use. This is because cash inflows and outflows cannot be attributed to the individual asset. അതായത് ഞാനിവിടെ മെഷീൻ മാത്രം ഉപയോഗിച്ചിട്ടല്ല ഞാൻ എന്ത് ചെയ്യുന്നത്, ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ മെഷീൻ്റെ വാല്യൂ ഇൻ യൂസ് എനിക്ക് കാണാൻ പറ്റില്ല. കാരണം ഞാൻ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് ഫുൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ക്യാഷ് ഫ്ലോസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും ഈ മെഷീൻ്റെ മാത്രമായിട്ടുള്ള റിക്കവറബിൾ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, പകരം ഞാൻ എന്താ ചെയ്യുക, ഞാൻ ഈ ഗ്രൂപ്പ് ഓഫ് അസറ്റിൻ്റെ മുഴുവനായിട്ടുള്ള റിക്കവറബിൾ എമൗണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ ഡെഫിനീഷൻ അവിടെ പറയുന്നുണ്ട്. എ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ഐഡൻറ്റിഫയബിൾ ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് ഫോർ വിച്ച് ഇൻഡിപെൻഡൻറ്റ് ക്യാഷ് ഫ്ലോസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് മെഷേർഡ്. സോ എന്താണ് ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ ഐഡൻറ്റിഫയബിൾ ഗ്രൂപ്പ് ഓഫ് അസറ്റ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റാണ്, ഗ്രൂപ്പിൽ കുറേ അസറ്റുകളുണ്ട്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ പർപ്പസ് നടത്തുന്നത്. അപ്പം ഈ ഗ്രൂപ്പ് ഓഫ് അസറ്റിൽ ഓരോ അസറ്റിൻ്റെയും വാല്യൂ, ഓരോ അസറ്റിൻ്റെ മാത്രമായിട്ടുള്ള വാല്യൂ യൂസ് കാണാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മൾ ഈ ഗ്രൂപ്പ് ഓഫ് അസറ്റ് ആ ഗ്രൂപ്പിലുള്ള എല്ലാ അസറ്റിനെയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ക്യാഷ് നമുക്ക് ഒരു അസറ്റിൻ്റെ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് കാണാൻ പോകുന്നത്, നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് കാണും. എന്നിട്ട് നമ്മൾ ഇമ്പയർമെൻറ്റ് ലോസ് ഈ ഗ്രൂപ്പ് ഓഫ് അസറ്റിൻ്റെ മൊത്തത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഇമ്പയർമെൻറ്റ് ലോസിനെ നമ്മൾ ഓരോ അസറ്റിലോട്ടും നമ്മൾ അലോക്കേറ്റ് ചെയ്യും. സോ അതാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അത് ചെയ്യാനായിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ഇമ്പയർമെൻറ്റ് ലോസിനെ ഓരോ അസറ്റിലോട്ടും അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം അവിടെ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് കംപ്രൈസസ് ദ ഫോളോയിങ്. സോ ഒരു ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് തന്നിട്ടുണ്ട്. ആ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൽ വന്നിരിക്കുന്ന അസറ്റ്സും അവിടെ തന്നിട്ടുണ്ട്. ബിൽഡിംഗ് ഇസ് ഈക്വൽ ടു 30, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 6, ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു 10, കറണ്ട് അസറ്റ്സ് ഇസ് ഈക്വൽ ടു 20, ടോട്ടൽ 66. സോ ഈ ഒരു ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ ടോട്ടൽ ക്യാരിങ് വാല്യൂ എന്ന് പറയുന്നത് 66 ആണ്. ഓക്കെ, പിന്നെ അവിടെ പറയുന്നുണ്ട്, ഫോളോയിങ് എ റിസഷൻ ആൻഡ് ഇമ്പയർമെൻറ്റ് റിവ്യൂ ഹാസ് എസ്റ്റിമേറ്റഡ് ദ റിക്കവറബിൾ എമൗണ്ട് ഓഫ് ദ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് ടു ബി 50 million. ഹൗ ഡു വി അലോക്കേറ്റ് ദ ഇമ്പയർമെൻറ്റ് ലോസ്? സോ ഒരു റിസഷൻ വന്നു, അത് കാരണം അവിടെ ഒരു ഇമ്പയർമെൻറ്റ് റിവ്യൂ നടത്തി നോക്കിയ സമയത്ത് എന്തായി, ഈ ഒരു ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ 50 million ആണ്. ഓക്കെ, ഈ ഒരു ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ ക്യാരിങ് വാല്യൂ 66 ആണ്. ബട്ട് ഈ ഒരു ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 50 million ആണ്. അപ്പം നമുക്ക് അവിടെ നോക്കുന്ന സമയത്ത് മനസ്സിലാവും അവിടെ ഒരു ഇമ്പയർമെൻറ്റ് ലോസ് വന്നിട്ടുണ്ട്. കാരണം എന്താണ്, ക്യാരിങ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ റിക്കവറബിൾ എമൗണ്ട്. ക്യാരിങ് വാല്യൂ 66 ആണ്, റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ അവിടെ ഒരു ഇമ്പയർമെൻറ്റ് ലോസ് വന്നിട്ടുണ്ട്. എത്രയാണ് ഇമ്പയർമെൻറ്റ് ലോസ് വന്നിട്ടുള്ളത്? വിച്ച് ഈസ് ഈക്വൽ ടു 66 മൈനസ് 50 വിച്ച് ഈസ് ഈക്വൽ ടു 16. ഓക്കെ, 16 ആണ് ഈ ഒരു ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ ടോട്ടൽ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ എന്ത് വന്നിരിക്കുന്നത്, ഇമ്പയർമെൻറ്റ് ലോസ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഇമ്പയർമെൻറ്റ് ലോസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ അസറ്റിലേക്കും അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് അലോക്കേറ്റ് ചെയ്യാനായിട്ടുള്ള റൂളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഇമ്പയർമെൻറ്റ് ലോസ് അലോക്കേറ്റ് ചെയ്യുന്നത് ഗുഡ് വില്ലിലേക്കാണ്. ഓക്കെ, ഗുഡ് വില്ലിനെ നമ്മൾ ഫുള്ള് മൈനസ് ചെയ്യും. ഇവിടെ നമുക്ക് ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ, അപ്പം ആൻഡ് ഗുഡ് വില്ലിൻ്റെ ക്യാരിങ് വാല്യൂ വരുന്നത് 10 ആണ്. അപ്പം ഈ 16-ലെ ഇമ്പയർമെൻറ്റ് ലോസായി 16-ലെ 10
10 ഇമ്പയർമെൻറ്റ് ലോസ് നമ്മൾ ഈ ഗുഡ് വില്ലിൽ നിന്ന് മൈനസ് ചെയ്യും. ഓക്കെ, പിന്നെ ബാക്കി എത്രയാണ് അവിടെ റിമൈനിങ് ആയിട്ടുള്ളത്? ബാക്കി ഇമ്പയർമെൻറ്റ് ലോസ് 6 ആണ് റിമൈനിങ് ആയിട്ടുള്ളത്. ആ 6 ആയ ഇമ്പയർമെൻറ്റ് ലോസിനെ ഇനി റിമൈനിങ് ആയിട്ടുള്ള ഈ CGOയിൽ ഇനി റിമൈനിങ് ആയിട്ടുള്ള നോൺ കറൻറ്റ് അസറ്റിൽ നിന്ന് നമ്മൾ പ്രോ റാട്ട ബേസിസിൽ ഈ ഒരു 6നെ നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടാണ് മൈനസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ടേബിൾ നോക്കാം. അപ്പം ഈ ടേബിളിൽ ബിൽഡിങ്ങിൻ്റെ ക്യാരിങ് വാല്യൂ കൊടുത്തിട്ടുണ്ട്, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ, ഗുഡ് വില്ലിൻ്റെ, കറണ്ട് അസറ്റിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ടോട്ടൽ ക്യാരിങ് വാല്യൂ ഈസ് ഈക്വൽ ടു 66. ഓക്കെ, റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, ആൻഡ് ഇമ്പയർമെൻറ്റ് ലോസ് ഈസ് ഈക്വൽ ടു 16. ഈ ഇമ്പയർമെൻറ്റ് ലോസിനെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ ഗുഡ് വില്ലിൽ നിന്ന് ഫുള്ള് മൈനസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗുഡ് വില്ലിൻ്റെ ക്യാരിങ് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ ഈ 16 ആയ ഇമ്പയർമെൻറ്റ് ലോസിനെ നമ്മൾ ഫസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് ഗുഡ് വില്ലിലേക്കാണ്. ആൻഡ് ഗുഡ് വില്ല് നമ്മൾ എന്ത് ചെയ്യും? ഫുള്ള് മൈനസ് ചെയ്യും. സോ 16 10 എവിടെ പോയി? ഗുഡ് വില്ലിലേക്ക് പോയി. ഓക്കെ, അപ്പം ഗുഡ് വില്ല് ഇപ്പം ഇല്ല. ഇനി ബാക്കി 6 ആയ ഇമ്പയർമെൻറ്റ് ലോസിനെ ഇനി റിമൈനിങ് ആയിട്ടുള്ള നോൺ കറൻറ്റ് അസറ്റിൽ നിന്ന് നമ്മൾ പ്രോ റാട്ട ബേസിസിലാണ് മൈനസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അവിടെ നോക്കാം. ഇനി റിമൈനിങ് ആയിട്ടുള്ള നോൺ കറൻറ്റ് അസറ്റ് ഏതൊക്കെയാണുള്ളത്? ബിൽഡിംഗ് ഉണ്ട്, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ഉണ്ട്, പിന്നെ കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റ് അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് നോൺ കറൻറ്റ് അസറ്റിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? ബാക്കിയുള്ള ഇമ്പയർമെൻറ്റ് ലോസ് നമ്മൾ നോൺ കറൻറ്റ് അസറ്റിലേക്കാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ബിൽഡിംഗ് ഉണ്ട്, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ഉണ്ട്. ബിൽഡിങ്ങിൻ്റെ ക്യാരിങ് വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. ആൻഡ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ ക്യാരിങ് വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, ആൻഡ് നമ്മുടെ ഇനി റിമൈനിങ് ആയ ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ബിൽഡിങ്ങിലേക്ക് അലോക്കേറ്റ് ചെയ്യാം. അതിനു മുന്നേ നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ക്യാരിങ് വാല്യൂ പ്ലസ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ ക്യാരിങ് വാല്യൂയും കൂടെ ടോട്ടൽ ചെയ്യണം. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു 36 കിട്ടും. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ബിൽഡിങ്ങിൽ നിന്ന് അലോക്കേറ്റ് ചെയ്യാം, ബിൽഡിങ്ങിലേക്ക് അലോക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമ്പയർമെൻറ്റ് ലോസ് 6 ആണ്. സോ 6 ഇൻറ്റു 30, അതായത് ബിൽഡിങ്ങിൻ്റെ ക്യാരിങ് വാല്യൂ 6 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 36. 30 പ്ലസ് 6, അതായത് ബിൽഡിങ്ങിൻ്റെ ക്യാരിങ് വാല്യൂ പ്ലസ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ ക്യാരിങ് വാല്യൂ, അതാണ് 36. ഓക്കെ, സോ 6 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 36 വിച്ച് ഈസ് ഈക്വൽ ടു 5. അപ്പം ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 6 ആയ ഇമ്പയർമെൻറ്റ് ലോസിൽ ഇപ്പോൾ 5 എവിടെ പോയി? 5 നമ്മൾ ബിൽഡിങ്ങിലോട്ട് അലോക്കേറ്റ് ചെയ്തു. ഓക്കെ, സോ 30 ആയിരുന്നു ബിൽഡിങ്ങിൻ്റെ ക്യാരിങ് എമൗണ്ട്. ആ ക്യാരിങ് എമൗണ്ടിൽ നിന്ന് നമ്മൾ ഈ ഇമ്പയർമെൻറ്റ് ലോസ് മൈനസ് ചെയ്തു. 30 മൈനസ് 5, അപ്പോൾ 25 ആണ് ബിൽഡിങ്ങിൻ്റെ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പ്ലാന്റിലോട്ട് അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ പ്ലാന്റിലോട്ട് അലോക്കേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? 6 ഇൻറ്റു ഇമ്പയർമെൻറ്റ് ലോസ് ആയ 6 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 36, അതായത് ഈ 6 പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ ക്യാരിങ് വാല്യൂ ആണ്. ഓക്കെ, 6 ഡിവൈഡഡ് ബൈ 36 ചെയ്യുമ്പോൾ എത്രയാണ് വരിക? വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇത് നമുക്ക് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നമ്മൾ 6ൽ ഓൾറെഡി 5 ബിൽഡിങ്ങിലോട്ട് അലോക്കേറ്റ് ചെയ്തു. അപ്പം നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം ബാക്കി 1 നമ്മൾ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ നിന്നാണ് കുറയ്ക്കാൻ പോകുന്നത് എന്ന്. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പം റിമൈനിങ് ആയിട്ടുള്ള ഇമ്പയർമെൻറ്റ് ലോസ് ആയ 1 നമ്മൾ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിലേക്കാണ് ചാർജ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ ക്യാരിങ് എമൗണ്ട് എന്ന് പറയുന്നത് 6 ആയിരുന്നു. ആ 6ൽ നിന്ന് ഇമ്പയർമെൻറ്റ് ലോസ് ആയ 1 നമ്മൾ മൈനസ് ചെയ്തു. ഇനി ആ സെറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു 5. പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് റിക്കവറബിൾ എമൗണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 5 ആണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 50 ആയിരുന്നു. അപ്പം ആ 50ൽ ബിൽഡിങ്ങിൻ്റെ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 25 ആണ്. ആൻഡ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 5 ആണ്. ആൻഡ് കറണ്ട് അസറ്റിൽ നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മൾ ഇമ്പയർമെൻറ്റ് ലോസ് ചാർജ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ കറണ്ട് അസറ്റിൻ്റെ ക്യാരിങ് എമൗണ്ട് എന്ന് പറയുന്നത് 20 ആയിരുന്നു. അത് തന്നെയാണ് ആ കറണ്ട് അസറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് എന്നും പറയുന്നത്. ഓക്കെ, സോ ഇത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 50 ആയ റിക്കവറബിൾ എമൗണ്ട്, ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ചില ക്വസ്റ്റ്യനിൽ, ചില CGOൻ്റെ ക്വസ്റ്റ്യനിൽ നമുക്ക് പെർട്ടിക്കുലർലി ആയിട്ട് ഒരു കാര്യം പറയും. അതാണ് ഒരു അസറ്റിൽ നിന്ന് ഇത്രത്തോളം ഇമ്പയർമെൻറ്റ് ലോസ് ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഓൾറെഡി തരും.
ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഗുഡ് വില്ലിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ ഒരു അസറ്റിൽ നിന്ന് ആ തന്നിരിക്കുന്ന ഇമ്പയർമെൻറ്റ് ലോസ് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എന്നിട്ട് ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ഇമ്പയർമെൻറ്റ് ലോസ് ആണ് നമ്മൾ പ്രോറാട്ട ബേസിസിൽ നോൺ കറൻറ്റ് അസറ്റിലോട്ട് അലോക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത് നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ബെറ്റർ ആയിട്ട് ചെയ്യാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ. A cash generating unit comprises the following assets: building 700, plant and equipment 200, goodwill 90, current assets 20, total 1010. പിന്നെ അവിടെ പറയുന്നുണ്ട്, following an impairment review, it was discovered that an item of plant carried at 40,000 is damaged and will have to be scrapped. The recoverable amount of the cash generating unit is estimated at 750,000. What will be the carrying amount of the building after the impairment loss has been recognized? സോ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് തന്നിട്ടുണ്ട്. ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ ടോട്ടൽ ക്യാരിങ് എമൗണ്ട് 1010 ആണ്. ആൻഡ് ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ടും അവിടെ തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 750. ഓക്കെ, നമുക്ക് 3 zeros ഇഗ്നോർ ചെയ്യാം, കാരണം ഇവിടെ 3 zeros ഇഗ്നോർ ചെയ്തിട്ടാണ് 1010 കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ റിക്കവറബിൾ എമൗണ്ട് 750 ആണ്. അപ്പം നമുക്കറിയാം 1010 ആയ ക്യാരിങ് എമൗണ്ടിൽ നിന്ന് ഇപ്പം CGUവിൻ്റെ റിക്കവറബിൾ എമൗണ്ട് 750 ആയിരിക്കുകയാണ്. സോ ക്യാരിങ് വാല്യൂ ഈസ് ഗ്രേറ്റർ, ക്യാരിങ് എമൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ റിക്കവറബിൾ എമൗണ്ട്. സോ അവിടെ ഒരു ഇമ്പയർമെൻറ്റ് ലോസ് വന്നിട്ടുണ്ട്. എത്രയാണ് വന്നിട്ടുള്ളത്? 1010 മൈനസ് 750 ചെയ്യും. അപ്പം നമുക്ക് എത്രയാണ് കിട്ടുക? വിച്ച് ഇസ് ഈക്വൽ ടു 260 ആണ് ഈ CGUവിൻ്റെ ഇമ്പയർമെൻറ്റ് ലോസ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്, following an impairment review, it was discovered that an item of plant carried at 40,000 is damaged and will have to be scrapped. അതായത് ഈ CGUവിൽ നിന്ന് ഒരു പ്ലാന്റിന് 40,000 ഡാമേജ് വന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ CGU നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ബിൽഡിംഗ് ആണ്, പിന്നെ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ 40,000 നമ്മൾ ഈ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ നിന്നാണ് റിമൂവ് ചെയ്യേണ്ടത് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പം റൂൾ പ്രകാരം നമ്മൾ ഫസ്റ്റ് ഇമ്പയർമെൻറ്റ് ലോസ് അലോക്കേറ്റ് ചെയ്യേണ്ടത് ഗുഡ് വില്ലിലേക്കാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഗുഡ് വിൽ എത്രയാണ്? 90 ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ടോട്ടൽ ഇമ്പയർമെൻറ്റ് ലോസ് 260 ആണ്. ഈ 260 ആയ ഇമ്പയർമെൻറ്റ് ലോസ് ഫസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത് ഗുഡ് വില്ലിലേക്കാണ്. ആൻഡ് ഗുഡ് വില്ല് നമ്മൾ ഫുള്ള് റിമൂവ് ചെയ്യും. ഓക്കെ, സോ 260 മൈനസ് 90 വിച്ച് ഈസ് ഈക്വൽ ടു 170. സോ 260 നമ്മൾ 90 ഗുഡ് വില്ലിലേക്ക് അലോക്കേറ്റ് ചെയ്തു. ബാക്കി റിമൈനിങ് ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറയുന്നത് 170 ആണ്. ഓക്കെ, ഈ 170ൽ നിന്ന് നമ്മൾ 40 നമ്മൾ എവിടെ അലോക്കേറ്റ് ചെയ്യണം? നമ്മൾ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യണം. കാരണം എന്താണ്? നമുക്കവിടെ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി തന്നിട്ടുണ്ട്. ഈ 40 ഈ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യണം എന്ന് സ്പെസിഫിക്കലി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ 170ൽ നിന്ന് ഈ 40 നമ്മൾ എന്ത് ചെയ്യും? പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിലോട്ട് അലോക്കേറ്റ് ചെയ്യും. സോ 170 മൈനസ് 40. ഇനി റിമൈനിങ് എത്രയാണുള്ളത്? ഇമ്പയർമെൻറ്റ് ലോസ് വിച്ച് ഈസ് ഈക്വൽ ടു 130. ഓക്കെ, ഈ 130നെയാണ് നമ്മൾ പ്രോറാട്ട ബേസിസിൽ നോൺ കറൻറ്റ് അസറ്റിലോട്ട് അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കവിടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അറിയാം ഇനി ഏതൊക്കെയാണ് നോൺ കറൻറ്റ് അസറ്റ് അവിടെ ഉള്ളത്. ബിൽഡിംഗ് ഉണ്ട്, അതുപോലെ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ഉണ്ട്. ഓക്കെ, സോ അപ്പം നമ്മൾ ഓൾറെഡി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ നിന്ന് 40 ഇമ്പയർമെൻറ്റ് ലോസ് നമ്മൾ എന്ത് ചെയ്തു? അലോക്കേറ്റ് ചെയ്തു പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിലോട്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഈ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിലോട്ട് ഈ ഇമ്പയർമെൻറ്റ് ലോസ് അലോക്കേറ്റ് ചെയ്യണം. കാരണം നമുക്കൊരു അസറ്റിനെ അതിൻ്റെ റിക്കവറബിൾ എമൗണ്ട് എത്തുന്ന വരെ എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പയർമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പോൾ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് ഇത്രത്തോളം ആണെന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ തരികയാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് ഇസ് ഈക്വൽ ടു ഒരു 50 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് 50 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റിക്കവറബിൾ എമൗണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇമ്പയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, പക്ഷേ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് ഇത്രത്തോളം ആണ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോറാട്ട ബേസിസിൽ നമുക്ക് ആ റിമൈനിങ് ആയിട്ടുള്ള ഇമ്പയർമെൻറ്റ് ലോസിനെ ഇനിയും പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിലോട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ബാക്കിയുള്ള നോൺ കറൻറ്റ് അസറ്റിൻ്റെ
ടോട്ടൽ കാണാം. സോ ബിൽഡിംഗ് ഉണ്ട്, അതാണ് 700 ആൻഡ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് 200 ആണ് ക്യാരിങ് വാല്യൂ. പക്ഷേ ആ 200-ൽ നിന്ന് നമ്മൾ ഓൾറെഡി 40 മൈനസ് ചെയ്തു. ഇനി ബാക്കി എത്രയാണ് ഉള്ളത്? വിച്ച് ഈസ് ഈക്വൽ ടു 160. സോ 700 പ്ലസ് 160 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു 860 കിട്ടും. ഓക്കെ, ആൻഡ് നമ്മുടെ റിമൈനിങ് ഇമ്പയർമെൻറ്റ് ലോസ് എത്രയാണുള്ളത്? വിച്ച് ഈസ് ഈക്വൽ ടു 130. സോ ഈ 130-നെ നമ്മൾ പ്രോറാറ്റ ബേസിസിൽ അലോക്കേറ്റ് ചെയ്യണം, ബിൽഡിങ്ങിലോട്ടും അതുപോലെ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിലോട്ടും. സോ ഫസ്റ്റ് നമുക്ക് ബിൽഡിങ്ങിലോട്ട് അലോക്കേറ്റ് ചെയ്യാം. ഓക്കെ, ബിൽഡിങ്ങിൻ്റെ ക്യാരിങ് വാല്യൂ വരുന്നത് 700 ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇമ്പയർമെൻറ്റ് ലോസ് റിമൈനിങ് ആയിട്ടുള്ളത് എത്രയാണ്? 130. അപ്പോൾ ബിൽഡിംഗ് ഈസ് ഈക്വൽ ടു 130 ഇൻറ്റു 700 ഡിവൈഡഡ് ബൈ ഈ നോൺ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ 860. ഓക്കെ, 700 പ്ലസ് 160 വിച്ച് ഈസ് ഈക്വൽ ടു 860. സോ 130 ഇൻറ്റു 700 ഡിവൈഡഡ് ബൈ 860 നമുക്ക് എത്രയാണ് കിട്ടുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു 105.8 കിട്ടും. നമുക്കതിനെ 106 എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ, സോ നമ്മൾ ബാക്കിയുള്ള ഇമ്പയർമെൻറ്റ് ലോസിൽ 106 നമ്മൾ എന്ത് ചെയ്തു? ഈ ബിൽഡിങ്ങിലോട്ട് അലോക്കേറ്റ് ചെയ്തു. സോ നമുക്ക് ഒന്നല്ലെങ്കിൽ ഇനി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിന് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ 130 മൈനസ് 106 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിലോട്ട് അലോക്കേറ്റ് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് എന്തായാലും ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്ത് നോക്കാം. സോ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് 130 ആണ് ഇമ്പയർമെൻറ്റ് ലോസ് ആൻഡ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 160 ആണ്. സോ 130 ഇൻറ്റു 160 ഡിവൈഡഡ് ബൈ 860 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 24. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ എടുക്കാം. അപ്പം ക്വസ്റ്റ്യനിൽ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദ ക്യാരിങ് എമൗണ്ട് ഓഫ് ദ ബിൽഡിംഗ് ആഫ്റ്റർ ദ ഇമ്പയർമെൻറ്റ് ലോസ് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് എന്നാണ്. അതായത് ഈ ഒരു CGU-ൽ ഈ ബിൽഡിങ്ങിൻ്റെ ക്യാരിങ് എമൗണ്ട് എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ബിൽഡിങ്ങിൽ നിന്ന് എത്രത്തോളമാണ് ഇമ്പയർമെൻറ്റ് ലോസ് മൈനസ് ചെയ്തത്? വിച്ച് ഈസ് ഈക്വൽ ടു 106. ഓക്കെ, അപ്പോൾ 700 ആയിരുന്നു ബിൽഡിങ്ങിൻ്റെ ക്യാരിങ് വാല്യൂ, അതിൽ നിന്ന് നമ്മൾ ഇമ്പയർമെൻറ്റ് ലോസ് 106 മൈനസ് ചെയ്തു. ഓക്കെ, അപ്പോൾ പിന്നെ ബാക്കി റിമൈനിങ് എത്രയാണുള്ളത്? വിച്ച് ഈസ് ഈക്വൽ ടു 594. സോ 594 ആണ് ഈ ബിൽഡിങ്ങിൻ്റെ റിക്കവറബിൾ എമൗണ്ട് അല്ലെങ്കിൽ ക്യാരിങ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ ഈ ഒരു ടോട്ടൽ ഇമ്പയർമെൻറ്റ് ലോസിനെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലാണ് ചാർജ് ചെയ്യുന്നത്, ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു 750. ഓക്കെ, പക്ഷേ നമുക്ക് ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് മാത്രം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ എടുത്ത് എഴുതാൻ പറ്റില്ല. ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു 750 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ അസറ്റിൻ്റെയും റിക്കവറബിൾ എമൗണ്ട് എത്രയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ ബിൽഡിങ്ങിൻ്റെ റിക്കവറബിൾ എമൗണ്ട് എത്രയാണ് വരിക? വിച്ച് ഈസ് ഈക്വൽ ടു 594 വരും. ആൻഡ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ എത്രയാണ് വരിക? പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ ക്യാരിങ് വാല്യൂ എന്ന് പറയുന്നത് 200 ആയിരുന്നു. ആ 200-ൽ നിന്ന് നമ്മൾ ഓൾറെഡി 40 എന്ത് ചെയ്തു? 40 ഇമ്പയർമെൻറ്റ് ലോസ് നമ്മൾ മൈനസ് ചെയ്തു. പിന്നെ നമ്മൾ പ്രോറാറ്റ ബേസിസ് ഉപയോഗിച്ചിട്ട് ബാക്കി റിമൈനിങ് ആയ ഒരു ഇമ്പയർമെൻറ്റ് ലോസും കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഈ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. അതാണ് എത്ര? 24. സോ 200 മൈനസ് 40 മൈനസ് 24 എത്രയാണ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് വരുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു 136 വരും. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ ക്യാരിങ് വാല്യൂ ആയിട്ട് എത്രയാണ് എഴുതുക? 136. ഓക്കെ, ഇനി ഗുഡ്വില്ലാണ്. ഗുഡ്വിൽ എന്ത് ചെയ്തു? നമ്മൾ ഗുഡ്വിൽ 90 ആയിരുന്നു ക്യാരിങ് വാല്യൂ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഗുഡ്വിൽ ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. ആദ്യം തന്നെ നമ്മൾ ഇമ്പയർമെൻറ്റ് ലോസ് ഗുഡ്വില്ലിലോട്ടാണ് അലോക്കേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 90 ഫുള്ള് നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. ഓക്കെ, പിന്നെ ബാക്കിയുള്ള എമൗണ്ട് ആണ്, അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ ഇമ്പയർമെൻറ്റ് ലോസ് ഗുഡ്വില്ലിൽ നിന്ന് മൈനസ് ചെയ്യും. ഓക്കെ, ഗുഡ്വില്ലിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് തീരാത്ത ബാക്കിയുള്ള ഇമ്പയർമെൻറ്റ് ലോസ് ആണ് നമ്മൾ എന്ത് ചെയ്യാറ്? സാധാരണ നോൺ കറന്റ് അസറ്റിലോട്ട് പ്രോറാറ്റ ബേസിസിൽ അലോക്കേറ്റ് ചെയ്യാറ്. ഓക്കെ, ആൻഡ് അത് അലോക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ അവിടെ ചിലപ്പോൾ സ്പെസിഫിക്കലി ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ പറയുന്നുണ്ടാവും. അതായത് ചിലപ്പോൾ ഒരു അസറ്റിൽ നിന്ന് ഇത്രത്തോളം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പയർമെൻറ്റ് ലോസ് മൈനസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ബാക്കിയുള്ള റിമൈനിങ് ഇമ്പയർമെൻറ്റ് ലോസിനെ നമ്മൾ പ്രോറാറ്റ ബേസിസിൽ നോൺ കറന്റ് അസറ്റിലോട്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾ CGU-ൻ്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് റിവേഴ്സൽ ഓഫ് ആൻ ഇമ്പയർമെൻറ്റ് ലോസ് ആണ്. സോ അവിടെ പറയുന്നുണ്ട് ഇൻ സം കേസസ് ദ റിക്കവറബിൾ എമൗണ്ട് ഓഫ് ആൻ അസറ്റ് ദാറ്റ് ഹാസ് previously been impaired might turn out to be higher than the asset's current carrying amount.
സോ നിങ്ങൾക്ക് റിവേഴ്സൽ ഓഫ് ഇമ്പയർമെൻറ്റ് ലോസ് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഇതാണ് എക്സാമ്പിൾ. ഇയർ 1 ഈ അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ എന്ന് പറയുന്നത് 200 ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് ഇയർ 1 ഈ ഒരു അസറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 170 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇപ്പോൾ അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഒരു ഇമ്പയർമെൻറ്റ് ലോസ് വന്നിട്ടുണ്ട്. കാരണം എന്താണ്? ദ ക്യാരിങ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദ റിക്കവറബിൾ എമൗണ്ട്. ഓക്കെ, സോ എത്രത്തോളമാണ് ഇമ്പയർമെൻറ്റ് ലോസ് വന്നിട്ടുള്ളത്? 200 മൈനസ് 170 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 30 ആണ് ഇമ്പയർമെൻറ്റ് ലോസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിക്കുക? നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലാണ് ഇമ്പയർമെൻറ്റ് ലോസ് കാണിക്കുന്നത്. അപ്പം ഇമ്പയർമെൻറ്റ് ലോസ് ഇസ് ഈക്വൽ ടു 30 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ കാണിക്കും. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ നമ്മൾ ഈ ഒരു അസറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് ആണ് കാണിക്കുക, ക്യാരിങ് വാല്യൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രയാണ് കാണിക്കുക? 170 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ. ഓക്കെ, ഇനി ഇയർ 2 അവിടെ വേറൊരു സിറ്റുവേഷൻ ആണ് നടന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർ 2 ഈ ഒരു അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ എന്താണ് വരിക? കഴിഞ്ഞ കൊല്ലം എന്തായിരുന്നു റിക്കവറബിൾ എമൗണ്ട്? ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ഇയർ 2 ക്യാരിങ് വാല്യൂ ആയിട്ട് കാണിക്കുക. ഓക്കെ, സോ ഇയർ 2 ഈ ഒരു അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ എന്ന് പറയുന്നത് 170 ആണ്. പക്ഷേ ഇയർ 2 ഈ ഒരു അസറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ 220 ആയിട്ടുണ്ട്. അതായത് ഇപ്പം ക്യാരിങ് വാല്യൂ ഈസ് ലെസ്സർ ദാൻ റിക്കവറബിൾ എമൗണ്ട്, അല്ലെങ്കിൽ നമുക്ക് റിക്കവറബിൾ എമൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ നൗ ദ ക്യാരിങ് വാല്യൂ. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂവിനെ കാട്ടിലും ഇപ്പോൾ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ റിവേഴ്സൽ ഓഫ് ആൻ ഇമ്പയർമെൻറ്റ് ലോസ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സെക്കൻഡ് ഇയറിലെ ക്യാരിങ് വാല്യൂ എന്ന് പറയുന്നത് 170 ആണ് ആൻഡ് റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 220 ആണ്. സോ എത്രത്തോളമാണ് ഇപ്പോൾ അവിടെ ഒരു ഇൻക്രീസ് വന്നിട്ടുള്ളത്? 170 മൈനസ് 220 വിച്ച് ഈസ് ഈക്വൽ ടു 50 ആണ്. ഓക്കെ, അപ്പോൾ 50 ആണ് അവിടെ ഇൻക്രീസ് വന്നിട്ടുള്ളത്. റിക്കവറബിൾ എമൗണ്ട് ഇപ്പോൾ 50 ആണ് ഇൻക്രീസ് വന്നിട്ടുള്ളത് 170യിൽ നിന്ന്. സോ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ എങ്ങനെയായിരിക്കും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിക്കാം? നമ്മൾ ഇതിന് മുന്നത്തെ, അതായത് ഇയർ 1 സിറ്റുവേഷനിൽ നമ്മൾ റിക്കവറബിൾ എമൗണ്ട് എത്രത്തോളമാണ് വന്നത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ കാണിച്ചു. ബിക്കോസ് ആ ഒരു സിറ്റുവേഷനിൽ ക്യാരിങ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ റിക്കവറബിൾ എമൗണ്ട് ആയിരുന്നു. ഓക്കെ, പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് ഇയർ 2 സിറ്റുവേഷനിൽ ഇപ്പം റിക്കവറബിൾ എമൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ക്യാരിങ് വാല്യൂ ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഏത് എമൗണ്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ ഈ ഒരു അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് എഴുതാന്നാണ് നമ്മളവിടെ നോക്കേണ്ടത്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ റിക്കവറബിൾ എമൗണ്ടായ 220നെ അതേപോലെ എടുത്തിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ 220 ക്യാരിങ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇയർ 1 എത്രത്തോളമാണ് ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ചാർജ് ചെയ്തിട്ടുള്ളത്? 30 ആണ്. ഓക്കെ, പക്ഷേ ഇയർ 2 ഒരു ഇൻക്രീസ് വന്നിട്ടുണ്ട്, അതാണ് 50. ഓക്കെ, റിക്കവറബിൾ എമൗണ്ടിൽ 50ഓളം ഇൻക്രീസ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ 50ഓളം ഇൻക്രീസ് വന്ന ഈ 220നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ കാണിക്കാൻ പറ്റില്ല. പകരം എത്രത്തോളം മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ? നമ്മൾ ഫസ്റ്റ് ഇയറിൽ, കഴിഞ്ഞ കൊല്ലം നമ്മൾ എത്രത്തോളം ഇമ്പയർമെൻറ്റ് ലോസ് ആണോ അവിടെ ചാർജ് ചെയ്തത്, അത്രത്തോളം ഇമ്പയർമെൻറ്റ് ലോസ് മാത്രമേ നമുക്ക് ഇക്കൊല്ലം റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ 170 ആയിരുന്നു. ഇപ്പം അതിൻ്റെ റിക്കവറബിൾ എമൗണ്ട് ഇയർ 2 220 ആയിരിക്കുകയാണ്. പക്ഷേ നമുക്ക് 220നെ കാണിക്കാൻ പറ്റില്ല. പകരം എത്രത്തോളം കാണിക്കാൻ പറ്റുള്ളൂ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ? നമ്മൾ ഇതിന് മുന്നത്തെ കൊല്ലം എത്രത്തോളമാണ് ഇമ്പയർമെൻറ്റ് ലോസ് ചാർജ് ചെയ്തത് അത്രത്തോളമേ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരിങ് വാല്യൂ 170ൻ്റെ കൂടെ നമ്മൾ ഈ ഇമ്പയർമെൻറ്റ് ലോസ്, കഴിഞ്ഞ കൊല്ലം ചാർജ് ചെയ്ത ഇമ്പയർമെൻറ്റ് ലോസ് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. സോ 170 + 30 എത്രയാണ്? 200. സോ ഈ 200 മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ ഈ ഒരു അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലും കൂടെ കാണിക്കണം. അപ്പം അവിടെ നമുക്ക് കഴിഞ്ഞ കൊല്ലം എത്രത്തോളമാണോ ഇമ്പയർമെൻറ്റ് ലോസ് നമ്മൾ ചാർജ് ചെയ്തത് അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ കൊല്ലം 30 ആണ് ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചത്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ. അപ്പം നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഇവിടുത്തെ സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ ക്യാരിങ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണ് റിക്കവറബിൾ എമൗണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ കൊല്ലം നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്ത ആ 30-നെ, ആ 30-നെ നമുക്ക് ഇക്കൊല്ലം എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് റിവേഴ്സൽ ഓഫ് ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് 30 ആയിട്ട് കാണിക്കാൻ പറ്റും. ഓക്കെ.